നവംബറിലെ യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ. യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം 38,098 അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്കും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. 16 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസ സ്ട്രിപ്പിലെ സ്കൂളിന് നേരെയാണ് ശനിയാഴ്ച ആക്രമണമുണ്ടായത്. നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. തിരക്കേറിയ ചന്തയ്ക്ക് സമീപമുള്ള സ്കൂളിന്റെ മുകൾ നിലകളിലാണ് ആക്രമിക്കപ്പെട്ടത് ാണ് ദൃക്സാക്ഷികൾ പ്രതികരിക്കുന്നത്. 7000-ലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നതെന്നാണ് BBC റിപ്പോർട്ട്. വ്യോമാക്രമണത്തിൽ കുട്ടികൾ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടാവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരുമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബർ 7-ന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ 100-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നത്. അതേസമയം സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വിശദമാക്കി. സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത്. ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത്. നിരവധി സ്കൂളുകളും UN സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം 1.7 മില്യൺ ജനങ്ങൾ അഭയസ്ഥരാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ 35 പേരാണ് കൊല്ലപ്പെട്ടത്. ജനങ്ങളെ നിരന്തരമായി പുതിയ അഭയ കേന്ദ്രങ്ങൾ കണ്ടെത്തി മാറ്റേണ്ട സ്ഥിതി ഉരുത്തിരിഞ്ഞിരിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏജൻസി ഡയറക്ടർ ഫിലിപ്പെ ലസാരിനി അറിയിച്ചു. തെക്കൻ ഗാസയിൽ ബോംബാക്രമണം നടക്കുന്നതിനാൽ ഇസ്രായേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഖാൻ യൂനിസിലും റാഫയിലുമുള്ളവർ യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. 2.5 ലക്ഷം പലസ്തീനുകാരോടാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടത്. ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി യുദ്ധം ഒതുക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും ഇപ്പോഴും സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുട്ടികളും സ്ത്രീകളുമാണ് ഭൂരിഭാഗവും. അതേസമയം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ്. ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് അവരുടെ പക്ഷം. ഇതിനിടെ ചെങ്കടലിലും ഹൂതികളുടെ കപ്പലാക്രമണങ്ങളും സജീവമാണ്. US, UK, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 4 കപ്പലുകൾ ആക്രമിച്ചതായി കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവിച്ചിരുന്നു.